Up to now, we have discussed the probability distribution for a single random variable, that is x. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് 3 മൊഡ്യൂൾസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റാൻഡം വേരിയബിൾ എക്സ്, സിംഗിൾ റാൻഡം വേരിയബിൾ എക്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അറ്റ് എ ടൈം എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അവിടെ ഹെഡ് ഒക്കർ ചെയ്യുന്നതിന് മാത്രമായിരുന്നു കൺസിഡർ ചെയ്തത്. ഇനിയിപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് മാത്രം അറ്റ് എ ടൈം അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. Okay, so in this module we are considering bivariate distribution. അതായത് അറ്റ് എ ടൈം നമ്മൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കൺസിഡർ ചെയ്യുമ്പം ഇപ്പം മിലിറ്ററി ഡിഫൻസ് ഇതിലേക്കൊക്കെ ഉള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പം എക്സാം സ്കോർ മാത്രമല്ല കൺസിഡർ ചെയ്യുക, എന്തും കൂടെ കൺസിഡർ ചെയ്യും, ഫിസിക്കൽ ക്വാളിറ്റീസും കൂടി കൺസിഡർ ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ 2 ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് സ്കോർ, എക്സാമിൻ്റെ സ്കോറാണ് എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും റാൻഡം വേരിയബിൾ വൈ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ തന്നെ സാധാരണ നമ്മൾ ഹെഡിൻ്റെ കൗണ്ട്സ് മാത്രമാണ് കൺസിഡർ ചെയ്യാറ്. അതുപോലെ ഇപ്പം ഹെഡിൻ്റെ ഒക്കറൻസും ടെയിലിൻ്റെ ഒക്കറൻസും, അതായത് ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം 3 ടൈംസ് ടോസ് ചെയ്യുന്ന സമയത്ത് അതിൽ 2 ഹെഡ്സും 1 ടെയിലും വരാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അങ്ങനെ 2 റാൻഡം വേരിയബിൾസിനെ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി മോർ ദാൻ 2 റാൻഡം വേരിയബിൾസ് അറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി വേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. നമ്മളിവിടെ 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 ടോസസ് ഓഫ് കോയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെഗ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ഓൾ 3 ടോസസ്, വൈ ഈക്വൽ ടു നമ്പർ ഓഫ് ടെയിൽസ് ഇൻ ലാസ്റ്റ് 2 ടോസസ്. ഓക്കെ, അപ്പം ഒക്കറൻസ് ഓഫ് ഹെഡ് ആൻഡ് ടെയിൽ ബോത്ത് ആർ കൺസിഡേർഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. Okay, so we can say that it is an example for bivariate distribution. In the second example, selecting a student at random from a college. Okay, let x be the age of chosen student, y be the height of chosen student. So here also we consider 2 ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് എ ടൈം അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഏജ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിസ്റ്റിക്സും നമ്മളിവിടെ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇങ്ങനെ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിൽ വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മൾ പറഞ്ഞിരുന്നു റാൻഡം വേരിയബിൾസിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സിംഗിൾ റാൻഡം വേരിയബിൾസ് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ ഇങ്ങനെയൊക്കെ ആയിരുന്നു എടുക്കുക. അപ്പം ഇതിലും അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ എക്സ് വൈ എന്നുള്ള പെയറിന് ഒരു പെയറായിട്ട് ഇൻസൈഡ് ബ്രാക്കറ്റ് അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദി എക്സ് വൈ form a pair of random variables defined on the same sample space. ഈ 2 റാൻഡം വേരിയബിൾസും സെയിം സാമ്പിൾ സ്പേസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ സെയിം നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞ അതുപോലെ തന്നെ എക്സും വൈയും രണ്ടും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, അതായത് എക്സ് വേരിയബിളും വൈ വേരിയബിളും കൗണ്ടബിൾ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് discrete bivariate random variable. Random variable xy is discrete bivariate random variable. ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റിന് എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കോയിൻ ടോസിങ്ങിൽ തന്നെ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഹെഡ്, നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ടെയിൽ രണ്ടും കൗണ്ടബിൾ ആണ്, എക്സും വൈയും കൗണ്ടബിൾ ആണ്. അപ്പോൾ മാത്രമേ ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സും വൈയും ബോത്ത് കണ്ടിന്യൂസ് ആണെങ്കിൽ വി കോൾ എക്സ് വൈ ആസ് എ കണ്ടിന്യൂസ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഏജും ഹൈറ്റും എടുത്തിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ. ഏജ് എന്നായാലും നമുക്ക് കൗണ്ടബിൾ വാല്യൂസ് തന്നെ ആവണമെന്നില്ല അല്ലേ. ഇപ്പം നമ്മളെ ബർത്ത്ഡേ ഒരു ഡിസംബറിലാണെങ്കിൽ അപ്പോൾ മാത്രമേ കറക്റ്റ് നമുക്ക് ആ ഒരു ഡിസംബർ വരുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു കൗണ്ടബിൾ വാല്യൂ ഏജ് പറയാൻ പറ്റുള്ളൂ. കാരണം നെക്സ്റ്റ് ജാനുവരി ആയിക്കഴിഞ്ഞാൽ ശരിക്ക് നെക്സ്റ്റ് ഇയറും അതായത് 1 മന്തും കൂടി എക്സ്ട്രാ വരികയാണ് അല്ലേ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി.
പിന്നെ ഹൈറ്റ്, വെയ്റ്റ് ഇതൊക്കെ കണ്ടിന്യൂസിന് എക്സാമ്പിളാണ് അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ബൈവേരിയേറ്റ് കേസ് വരുമ്പം അതിൻ്റെ PDF-ഉം PMF ഒക്കെ എന്താവുമെന്ന് നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ജോയിൻറ്റ് PMF. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ XY പെയർ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു. സോ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ജോയിൻറ്റ് PMF. നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിളിന് ജസ്റ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ ബൈവേരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടി വേരിയേറ്റ് ആകുമ്പം അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ ജോയിൻറ്റ് PMF എന്നാണ് പറയുക. അപ്പം ഒരു ജോയിൻറ്റ് PMFനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ f(x(y) അല്ലെങ്കിൽ Pij. ഓക്കെ. അപ്പോൾ അതാണ് ഡിനോട്ട് ചെയ്യുക. സോ അതിന് ഒരു ജോയിൻറ്റ് PMF എന്ന് പറയണമെങ്കിൽ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞ അതുപോലെ ജോയിൻറ്റ് PMF എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? f(xi, yj) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. നമ്മൾ നേരത്തെ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി ഓഫ് എക്സൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ജോയിൻറ്റ് PMFനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് f(xi, yj) ആണ്. അത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സമ്മേഷൻ ഓവർ i, സമ്മേഷൻ ഓവർ j, f(xi, yj) ഷുഡ് ബി ഈക്വൽ ടു 1. ഓക്കെ. സെയിം ഡെഫിനിഷൻ തന്നെയാണ്, കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. സോ ദിസ് ഇസ് ജോയിൻറ്റ് PMF. ഇനി നെക്സ്റ്റ് എക്സും വൈയും കണ്ടിന്യൂസ് ആവുന്ന കേസിൽ നമ്മൾ XY പെയറിന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നാണ് പറയുക. സോ അതിൻ്റെ PDF-നെ നമ്മൾ f(xy) എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ജോയിൻറ്റ് PDF ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി 2 പ്രോപ്പർട്ടീസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ നേരത്തെ ജോയിൻറ്റ് PMF-ൽ പറഞ്ഞ സെയിം പ്രോപ്പർട്ടി തന്നെ, f(xy) ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ xy. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ എക്സ്, ഇൻറ്റഗ്രൽ ഓവർ വൈ, f(xy) dx dy ഈക്വൽ ടു 1. ഓക്കെ. ഇൻറ്റഗ്രൽ നമ്മളിവിടെ എഴുതിയിട്ടുള്ള -∞, അത് കോമൺ ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളതാണ്. ഇൻറ്റഗ്രൽ ഓവർ എക്സ്, ഇൻറ്റഗ്രൽ ഓവർ വൈ, f(xy) dx dy should be equal to 1. So this is the definition for joint PDF. Next term we have to discuss is marginal probability function. So it is a new word for you. മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ജോയിൻറ്റ് PMF അല്ലെങ്കിൽ ജോയിൻറ്റ് PDF മാത്രമേ ഉള്ളൂ. ഓക്കെ. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എക്സിൻ്റെ മാത്രം പ്രോബബിലിറ്റി അല്ലെങ്കിൽ വൈൻ്റെ മാത്രം പ്രോബബിലിറ്റി, അതാണ് ഈ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ജോയിൻറ്റ് അതായത് എക്സും വൈയും ഒരുമിച്ചാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫങ്ഷൻസും ഉണ്ടെങ്കിൽ എക്സിൻ്റെ മാത്രം പ്രോബബിലിറ്റി അല്ലെങ്കിൽ വൈൻ്റെ മാത്രം പ്രോബബിലിറ്റീസിനെയാണ് മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ മാർജിനൽ പ്രോബബിലിറ്റി ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനും ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും കേസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എക്സും വൈയും ഡിസ്ക്രീറ്റ് ആവുന്ന കേസിൽ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതിന് ഡിനോട്ട് ചെയ്യുന്നത് f(1)(x) എന്നാണ്. സോ നൊട്ടേഷൻസ് ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും ഒക്കെ കേസിൽ സെയിം ആണ്. ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷനിൽ മാത്രം ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സിനെ f(1)(x) എന്നും മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് വൈനെ f(2)(y) എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ f(1)(x) ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ വൈ f(xy). ഓക്കെ. അതായത് എക്സിൻ്റെ മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യാൻ സമ്മേഷൻ ഓവർ വൈ ആണ് ചെയ്യുന്നത്. സമ്മേഷൻ ഓവർ വൈ ഓഫ് f(xy). f(2)(y) ഫൈൻഡ് ചെയ്യാൻ സമ്മേഷൻ ഓവർ എക്സ് f(xy). ഇനി കണ്ടിന്യൂസിൻ്റെ കേസിലാണെങ്കിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുമ്പം വരുന്ന ഡിഫറൻസ്. ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ സമ്മാണെങ്കിൽ, സമ്മേഷൻ ആണെങ്കിൽ, കണ്ടിന്യൂസിൻ്റെ കേസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, സോ കണ്ടിന്യൂസ് റാൻഡം ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ മാർജിനൽ PDF ഓഫ് എക്സ് എന്ന് പറയുന്നത് F1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ വൈ. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ മതി. F1 ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുമ്പം ഇൻറ്റഗ്രൽ ഓവർ വൈയും F2 ഓഫ് വൈ ഫൈൻഡ് ചെയ്യുമ്പം ഇൻറ്റഗ്രൽ ഓവർ എക്സും ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ F1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, F1 ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. F2 ഓഫ് വൈ ഫൈൻഡ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻറ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. നെക്സ്റ്റ് വൺ ഇസ് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CDF എന്ന് പറയൂലേ നമ്മൾ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ ബൈവേരിയേറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ മൾട്ടിവേരിയേറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ജോയിൻറ്റ് എന്നുള്ള ടേമും കൂടി ആഡ് ചെയ്തിട്ടാണ്, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്. സോ ബൈവേരിയേറ്റിൻ്റെ കേസിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആൻഡ് റാൻഡം വേരിയബിൾ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ. ഓക്കെ, സോ അതിൻ്റെ ഡിസ്ക്രീറ്റ് ആവുമ്പം സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു വൈ. ഓക്കെ, അങ്ങനെയല്ല വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ വരെ. Okay, so summation minus infinity to x, summation minus infinity to y, f of x y if x and y are discrete. അതുപോലെ കണ്ടിന്യൂസ് ആകുമ്പം ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. ഓക്കെ, അതുപോലെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി, എഫ് ഓഫ് എക്സ് വൈ വിൽ ബി എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 1. Next topic we need to discuss is conditional probability function. So as the name indicate, ഒരു condition അവിടെ തന്നിട്ടുണ്ടായിരിക്കും. Okay, so at that time how to find the probability function? So we can read out the definition. The conditional probability distribution of x given y equal to small y is given by f of x given y. Okay, അതായത് y റാൻഡം വേരിയബിൾ y എന്ന് പറയുന്നത് സ്മോൾ y എന്ന വാല്യൂ അസ്യൂം ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ജോയിൻറ്റ് PDF അല്ലെങ്കിൽ ജോയിൻറ്റ് PMF നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ y സ്മോൾ y എന്ന് പറഞ്ഞ വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എക്സ്. ഓക്കെ, സോ നമ്മളതിനെ എഴുതുന്നത് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. ഗിവൺ ആണ് ആ സ്ലാഷ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗിവൺ കഴിഞ്ഞിട്ട് വൈ ആണ് തന്നിട്ടുള്ളത്, വൈ ഈക്വൽ ടു സ്മോൾ വൈ എന്നുള്ള കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ F2 ഓഫ് വൈ. അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഫൈൻഡ് ചെയ്യണം നമുക്ക്. ഗിവൺ ദി കണ്ടീഷൻ ദാറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് വൈ ഗിവൺ എക്സ്, എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഗിവൺ എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് വൈ എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ F1 ഓഫ് എക്സ്. ഓക്കെ, എന്താണോ തന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ F1 ഓഫ് എക്സ്. ലാസ്റ്റിൽ നമ്മളൊരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് എക്സ് പറഞ്ഞ റാൻഡം വേരിയബിളും വൈ പറഞ്ഞ റാൻഡം വേരിയബിളും ഒരു ഡിപ്പെൻഡൻസും ഇല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ വിൽ ബി ഈക്വൽ ടു F1 ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു F2 ഓഫ് വൈ. സോ നെക്സ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിക്കാറുണ്ട്. സോ ആ ടൈമിൽ നമ്മൾ ഈ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കൂടി യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ വിൽ ബി ഈക്വൽ ടു F1 ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു F2 ഓഫ് വൈ.
So now we can look how to find the independence of two random variables. So two random variables x ഉം y ഉം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ f of xy will be equal to f1 of x into f2 of y. ആ കണ്ടീഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ജോയിൻറ്റ് പി ഡി എഫ് വിൽ ബി ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മാർജിനൽ ഫങ്ഷൻസ്. ഓക്കെ, മാർജിനൽ ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് ജോയിൻറ്റ് പി എം എഫ് അല്ലെങ്കിൽ ജോയിൻറ്റ് പി ഡി എഫ് കിട്ടുന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ദേ ആർ ഡിപ്പെൻഡൻറ്റ്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പഠിക്കുക, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് റിസൾട്ട്. ഫസ്റ്റ് റിസൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെൻ കണ്ടീഷണൽ പി ഡി എഫ്സ് ആർ നോൺ. ക്വസ്റ്റ്യനിൽ കണ്ടീഷണൽ പി ഡി എഫ് അല്ലെങ്കിൽ പി എം എഫ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ടു ചെക്ക് ഇൻഡിപെൻഡൻസി. സോ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സും എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ടു ഓഫ് വൈയും കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇനി നോട്ട് 2 നോക്കുക. ഇഫ് ടേബിൾ ഓഫ് ജോയിൻറ്റ് പ്രോബബിലിറ്റീസ് കണ്ടെയ്ൻ എ സീറോ എൻട്രി ദെൻ എക്സ് ആൻഡ് വൈ ആർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇക്വേഷനായിട്ടും തരാം അല്ലെങ്കിൽ ടേബിളായിട്ടും തരാം. അങ്ങനെ ജോയിൻറ്റ് പ്രോബബിലിറ്റീസിൻ്റെ ടേബിളിൽ ഒരു സീറോ എൻട്രി ഉണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഡിപ്പെൻഡൻറ്റ്.